നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ആരംഭിക്കുന്നു. യുഎസിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം ഉയർന്നാണ് ഇന്നലെയും ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസും നാസ്ഡാക്കും തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നേട്ടമുണ്ടാക്കി. US മാർക്കറ്റിൽ ഡിസംബർ 24 ഏർലി ക്ലോസിംഗ് ആയിരിക്കും. ഡിസംബർ 25 മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നലെ യുഎസിലെ ട്രേഡിംഗ് വോളിയം കഴിഞ്ഞ 20 ദിവസത്തെ ഏറ്റവും കുറഞ്ഞ വോളിയമായിരുന്നു രേഖപ്പെടുത്തിയത്. S&P 500ൽ 11ൽ 8 സെക്ടറുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതിൽ തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആയിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിൽ ബാങ്കിംഗ് സെക്ടർ ആയിരുന്നു ഇന്നലെ ഷൈൻ ചെയ്തത്. HDFC ബാങ്ക് 1.34% ഉയർന്നു. ICICI ബാങ്ക് 0.66% ഉയർന്നു. യൂറോപ്യൻ വിപണികൾ ചെറുതായി ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇപ്പോൾ ഹൈലി ഫോക്കസിലുള്ളത് ഹോണ്ട, നിസാൻ ലയനം തന്നെയാണ്. 2026 ലയിക്കും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി 2024 നിഫ്റ്റി ഏകദേശം 27,000 മാർക്ക് ടച്ച് ചെയ്യും എന്ന് ഗോൾഡ്മാൻ സാച്ചസ് അറിയിച്ചിരിക്കുന്നു. വളരെ വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ്. കൂടാതെ ഇന്നലെ ഇന്ത്യ വിക്സ് 10% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. വേദാന്തയുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഇന്നാണ്. അങ്ങനെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ്. കുറേയേറെ കാര്യങ്ങൾ നമ്മൾ സ്റ്റോക്ക് ന്യൂസ് സെഗ്മെന്റിൽ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണുക. ഇന്ന് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട ഒരു സ്വിംഗ് സ്റ്റോക്ക് കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇനി നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള 50% ഡിസ്കൗണ്ട് ഉടൻ തന്നെ അവസാനിക്കുന്നതാണ്. അപ്പോൾ പരമാവധി എല്ലാ സുഹൃത്തുക്കളും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഓഫർ ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷണൽ വ്യൂസും നമ്മൾ ഈ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. ഇനി നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. അത് നിഫ്റ്റി സമീപ ദിവസങ്ങളിലായി വലിയ ഇടിവിലേക്കാണ് പോയിരുന്നത്. ഇന്നലെ ഒരു റിക്കവറി കാണാനും സാധിച്ചു. എന്നാൽ 2025 നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് എത്തരത്തിലായിരിക്കും എന്ന് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഓരോരുത്തരും നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ ഗോൾഡ്മാൻ സാച്ചസ് 2025 നിഫ്റ്റിയുടെ ഒരു ഔട്ട്ലുക്ക് പറഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട വളർച്ചാ മേഖലകളായി 2025 ഗോൾഡ്മാൻ സാച്ചസ് കാണുന്നത് പാർപ്പിടം, കൃഷി, പ്രതിരോധം, വിനോദസഞ്ചാരം, സമ്പന്നമായ ഉപഭോക്തൃ വിഭവങ്ങൾ എന്നിവയാണ്. ദുർബലമായ വരുമാന വളർച്ചയും ഉയർന്ന മൂല്യനിർണ്ണയവുമാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഇടിവിന് കാരണമായത്. ഇനി ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. നിഫ്റ്റി 50 3 മാസത്തിനുള്ളിൽ 24,000, അതായത് 2% ഉയരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. കൂടാതെ 2025 27,000 നിഫ്റ്റി ടച്ച് ചെയ്യും എന്നും അവർ പറയുന്നു. ഏതായാലും വളരെ പോസിറ്റീവായ റിപ്പോർട്ട് തന്നെയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്കാണ്. EV ചാർജിംഗ് സേവനങ്ങൾക്ക് നികുതി ഇളവ് നൽകേണ്ടതില്ലെന്ന് GST പാനൽ ശുപാർശ ചെയ്യുന്നു. നിലവിലെ നികുതി ഘടന നോക്കിയാൽ EVകൾക്ക് 5% GSTയും പകരം ബാറ്ററികൾക്കും EV ചാർജിംഗ് സേവനങ്ങൾക്കും 18% നികുതിയുമാണുള്ളത്. EV ചാർജിംഗ് സേവനങ്ങളുടെ GST 18%-ൽ നിന്ന് 5%-ആക്കി കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യാനാണ് വ്യവസായ സ്ഥാപനമായ FICCI നിർദ്ദേശിച്ചത്. എന്നാൽ EV ചാർജിംഗ് സേവനങ്ങൾക്ക് നികുതി ഇളവ് നൽകേണ്ടതില്ല എന്നാണ് GST പാനൽ തീരുമാനിച്ചത്. മറ്റൊരു വാർത്തയുള്ളത് എയർലൈൻസ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായ വാർത്തയാണ്. ഇന്ത്യയിലെ ആഭ്യന്തര വിമാനയാത്രക്കാരുടെ ഗതാഗതം നവംബറിൽ 12% വർദ്ധിച്ച് 14.2 ദശലക്ഷത്തിലെത്തി. ഇത് 14 മാസത്തെ ഏറ്റവും മികച്ച പ്രകടനമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഈ വാർത്ത ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ളത് ഇൻഡിഗോ അഥവാ ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്ന കമ്പനിക്ക് തന്നെയാണ്. 9.07 ദശലക്ഷം യാത്രക്കാരുമായി ഇൻഡിഗോ അതിന്റെ വിപണി വിഹിതം 63.6% ഉയർത്തി. കൂടാതെ ആകാശ എയർ ഏറ്റവും ഉയർന്ന പാസഞ്ചർ ലോഡ് ഫാക്ടർ 93% കൈവരിച്ചു. ഇൻഡിഗോയാണ് രണ്ടാമതായി നിൽക്കുന്നത്, 90.3%. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം വേൾപൂൾ ഇന്ത്യയും PG ഇലക്ട്രോപ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത. വേൾപൂൾ ബ്രാൻഡ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളുടെ തിരഞ്ഞെടുത്ത മോഡലുകളുടെ കരാർ നിർമ്മാതാക്കളായി PG ഇലക്ട്രോപ്ലാസ്റ്റുമായി കമ്പനി ഒരു നിശ്ചിത കരാറിൽ ഒപ്പുവെച്ചു. അടുത്തത് MMTC എന്ന കമ്പനിയാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സ് റിലേഷൻഷിപ്പ് കമ്മിറ്റി കൈവശം വയ്ക്കാത്തതിനാൽ കമ്പനിക്ക് NSEയിൽ നിന്നും BSEയിൽ നിന്നും ഒരു മുന്നറിയിപ്പ് കത്ത് ലഭിച്ചിരിക്കുന്നു. അടുത്തത് HG ഇൻഫ്രാ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ HG ബനസ്കന്ത ബസ് ദീർഘകാലാടിസ്ഥാനത്തിൽ 185 മെഗാവാട്ട് ബാർ 370 മെഗാവാട്ട് സംഭരണത്തിനായി LTPC വിദ്യുത് വ്യാപാർ നിഗമുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അടുത്തത് മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസസ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം തോമസ് ജോർജ് മുത്തൂറ്റ് രാജിവെച്ചു. കൂടാതെ കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായ തോമസ് ജോൺ മുത്തൂറ്റ് ഡിസംബർ 23 രാജിവെക്കുകയും ചെയ്തു. ഇതുകൂടാതെ
ടീന സൂസൻ ജോർജിനെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും റീതു എലിസബത്ത് ജോർജിനെ അഡീഷണൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിച്ചതായി ബോർഡ് അറിയിച്ചു. അടുത്തത് TVS മോട്ടോഴ്സ് എന്ന കമ്പനിയാണ്. നിലവിലെ ഓഹരി ഉടമകളിൽ നിന്ന് ഡ്രൈവെക്സിൽ 7,914 ഇക്വിറ്റി ഓഹരികൾ അഥവാ 39.11% ഓഹരികൾ ഏറ്റെടുക്കുന്നത് കമ്പനി പൂർത്തീകരിച്ചു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബന്ധൻ ബാങ്ക്, ഗ്രാനുൾസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് FIA സെല്ല് ചെയ്തത്. 168 കോടി രൂപയ്ക്കാണ് ഇന്നലെ FIA സെല്ല് ചെയ്യുന്നത്. DIS ആവട്ടെ 2,228 കോടി രൂപയ്ക്ക് ബൈ ചെയ്യുകയാണ് ചെയ്തത്. FIS കഴിഞ്ഞ 6 ദിവസമായിട്ട് സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. എന്നിരുന്നാലും ഇന്നലത്തെ സെല്ലിംഗ് കഴിഞ്ഞ 6 ദിവസത്തേക്കാൾ വളരെ കുറഞ്ഞ സെല്ലിംഗ് ആയിരുന്നു എന്നത് വളരെ പോസിറ്റീവായി എടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ശക്തമായിട്ടായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ടെക് സ്റ്റോക്കുകളാണ് അവിടെ നേട്ടമുണ്ടാക്കിയത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.26% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.14% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 0.71% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.27% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 23,758 എന്ന നിലയിലാണ്. 19 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം ഒരു 10 പോയിന്റ്സിന്റെ ഗ്യാപ് ഡൗണിനൊക്കെയാണ് സാധ്യതയുള്ളത്. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സ്വിംഗ് സ്റ്റോക്ക് UCAL ലിമിറ്റഡ് ആണ്. ആദ്യം കമ്പനിയിൽ നിന്ന് തുടങ്ങാം. തുടർച്ചയായ 3 പാദത്തിന്റെ നഷ്ടത്തിന് ശേഷം 2024 സെപ്റ്റംബർ 3rd ക്വാർട്ടറിൽ 0.49 കോടി രൂപ ലാഭം ആണ് കമ്പനി രേഖപ്പെടുത്തിയത്. പക്ഷേ ചില നെഗറ്റീവ്സ് കൂടി കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത്. പുവർ സെയിൽസ് ഗ്രോത്ത് ആണ് കഴിഞ്ഞ 5 വർഷമായി കമ്പനി കാഴ്ചവെക്കുന്നത്. എന്നിരുന്നാലും ടെക്നിക്കൽസ് നോക്കുമ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ നല്ല ബുള്ളിഷായിട്ട് തന്നെയാണ് കാണുന്നത്. 244 മുകളിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ്. അത്തരത്തിൽ ഫസ്റ്റ് ടാർഗറ്റായി 280 നമുക്ക് കാണാവുന്നതാണ്. അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നല്ല വോളിയവുമുണ്ട്. ഈ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഈ സ്റ്റോക്കിനെ കുറിച്ച് കൃത്യമായി അതിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും എല്ലാം നോക്കി കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു ട്രേഡിന് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓയിൽ പ്രൈസുകളിലേക്ക്. ക്രിസ്മസ് ഹോളിഡേക്ക് മുന്നോടിയായി ഓയിൽ പ്രൈസുകൾ ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. 0.4% ബ്രന്റ് ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $72.58 പെർ ബാരൽ എന്ന നിലയിൽ 0.11% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $69.47 പെർ ബാരൽ എന്ന നിലയിൽ 0.33% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റിയിലേക്ക്. ഒരു ഡോജി കാൻഡിലാണ് ഇന്നലെ നിഫ്റ്റിയിൽ ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇന്നലെ 165 പോയിന്റ്സ് ഉയർന്ന് 23,753 ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 5% ഇടിഞ്ഞത്. അതിനുശേഷം ഇന്നലെ ഒരു റിക്കവറി ലഭിക്കുകയും ചെയ്തു. ഇന്നലത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 200 ഡേ EMIക്ക് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് തന്നെയാണ്. കൂടാതെ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൃത്യമായി തന്നെ റെസ്പെക്ട് ചെയ്ത് അവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് 23,540 വെള്ളിയാഴ്ചത്തെ ലോ ആയിട്ടുള്ള ലെവൽ അതാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 23,870 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആവാനും സാധ്യതയുണ്ട്. ഇന്നലത്തെ ഡോജി കാൻഡലിന്റെ ഹൈ ആയിട്ടുള്ള ലെവൽ 23,870 ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് നിഫ്റ്റിക്ക് ലഭിച്ചു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളൊന്ന് നോക്കാം. അതുവഴി ഇപ്പോഴത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കൂടി ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ എന്താണ് കാണിച്ചു തരുന്നതെന്ന് നോക്കാം. ആദ്യം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കോൾ സൈഡിലെ സ്ട്രൈക്കുകൾ ആദ്യം 25,000 അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500 അതിനുശേഷം 23,000 സ്ട്രൈക്ക് അതിനുശേഷം 22,000 സ്ട്രൈക്ക്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ രണ്ടാമത്തെ സ്ട്രൈക്കായ 24,000 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ പുട്ട് സൈഡിലെ ആദ്യത്തെ സ്ട്രൈക്കായ 23,500 ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് അടുത്തതായി പരിശോധിക്കുന്നത്. 23,700 സ്ട്രൈക്ക് ATM സ്ട്രൈക്കിൽ 160% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡ് കുറച്ച് ദുർബലമാണ്. 32% മാത്രം വർധനമാണ് കാണുന്നത്. 23,650 സ്ട്രൈക്കിൽ 180% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 8% ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് അവിടെ ആ സ്ട്രൈക്കിലുള്ളത്. 23,750 സ്ട്രൈക്കിൽ 235% വർധനവ് ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിലും.
ഷോർട്ട് ബിൽഡപ്പ് 74% കോൾ സൈഡിലും കാണാം. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിന് തന്നെയാണ് കുറച്ചുകൂടി ശക്തിയുള്ളത് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 51,317 558 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്നലെ ഒരു ബുള്ളിഷ് ഹറാമി ക്യാൻഡിലിന് സമാനമായ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ നിന്നും കൃത്യമായി ഒരു റിവേഴ്സൽ ലഭിച്ചിട്ടുണ്ട്. അപ്സൈഡിൽ 51,650 ലെവലിലാണ് 100 ഡേ EMA ഉള്ളത്. അതുകൊണ്ട് അപ്സൈഡിൽ ആ ഒരു ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം 52,100 ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള 51,650 തന്നെയാണ് ആദ്യം ക്രോസ് ചെയ്യേണ്ടത്. ഡൗൺ സൈഡിൽ വെള്ളിയാഴ്ചത്തെ ലോയും കൂടാതെ 51,000 പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം 54,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 53,000 സ്ട്രൈക്കും അതിനുശേഷം 51,900 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,900 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000 ഇന്ത്യ വിക്സിലേക്ക് കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത ഇന്ത്യ വിക്സ് ഇന്നലെ 10% നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ക്ലോസ് ചെയ്യുന്നത് 13.52 10.30% ഇടിഞ്ഞാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും പുതിയ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പുതിയ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.